വെൽക്കം ടു അനൂസ് ലേണിംഗ് ഏരിയ. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ അടുത്തൊരു പോർഷനാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ടൂറിസം ഒരു ഇക്കോണമിയിൽ രണ്ട് തരത്തിലുള്ള ലിങ്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോർവേഡ് ലിങ്കേജ് ആണ്, ഒന്ന് ബാക്ക്വേഡ് ലിങ്കേജ് ആണ്. ഫോർവേഡ് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഇക്കോണമീനെ പോസിറ്റീവായിട്ട് എങ്ങനെ ബാധിക്കുന്നു. ഇനി ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ നമുക്ക് ബാക്ക്വേഡ് ലിങ്കേജ് എന്ന് പറയാം. ഇനി പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂറിസം ബെനിഫിറ്റ് ദ ഇക്കോണമി ബൈ ഇൻക്രീസിങ് ഇൻകം ഇൻ ഹോസ്റ്റ് കൺട്രീസ്, ഫോറിൻ കറൻസി ആൻഡ് ഇംപ്രൂവിങ് ദ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ലോക്കൽസ്. ആതിഥേയത്വ രാജ്യങ്ങളിലെ വരുമാനം വിദേശികൾ അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളായി വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിദേശ കറൻസികൾ വിനോദസഞ്ചാര കേന്ദ്രം നിലനിൽക്കുന്ന സ്ഥലത്തെ തദ്ദേശവാസികളുടെ സാമ്പത്തിക നിലവാരം തുടങ്ങിയവയൊക്കെ മെച്ചപ്പെടുത്താൻ ടൂറിസത്തിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ അത് ടൂറിസം സമ്പദ് വ്യവസ്ഥയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഗവൺമെൻറ് റൈസസ് റവന്യൂ ത്രൂ ടാക്സസ് ഓൺ ടൂറിസം, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ് ആൻഡ് എൻട്രി ഫീസസ് ആസ് വെൽ ആസ് ടോൾ ടാക്സസ്. ഈ ടൂറിസം മേഖലയിലൂടെ ഗവൺമെൻറ്റിനും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ടൂറിസം ഒരു തൊഴിൽ, ബിസിനസ്, പ്രവേശന ഫീസ്, ടോള്, നികുതികൾ എന്നിവയിലൂടെ ഗവൺമെൻറ്റിനും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശവാസികൾക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടഡ് ഡ്യൂട്ടീസ് ഫ്രം അതർ കൺട്രീസ് ബെനിഫിറ്റ് ദ ഗവൺമെൻറ് ബിക്കോസ് ദേ ജനറേറ്റ് റവന്യൂ. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ് സർക്കാരിന് ഗുണം ചെയ്യും. കാരണം ഈ മറുനാട്ടിലുള്ള ആളുകൾ, വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിനായിട്ട് വരുമ്പോഴത്തേനും വിദേശ നാണ്യത്തിൻ്റെ ശേഖരം നമ്മളിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ടൂറിസം ഓൾസോ എൻകറേജ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ് ഫോർ ബോത്ത് ടൂറിസ്റ്റ് ആൻഡ് റെസിഡൻസ്. It also creates jobs in the informal sector which benefit the local economy and increases income for locals. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളിൽ സർക്കാർ നിക്ഷേപം നടത്തേണ്ടതായിട്ട് വരുന്നു. ഈ സർക്കാർ നിക്ഷേപം നടത്തുമ്പോൾ അത് അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കും തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കും. നമുക്കൊരു ഉദാഹരണമായിട്ട് ഉൾപ്രദേശത്തുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രം, ചിലപ്പോൾ അതൊരു ഹില്ലി ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോണ്ടായിരിക്കാം. ഇതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരാനുള്ള യാത്രാ സൗകര്യങ്ങളില്ലെങ്കിൽ ആളുകൾ ആ സ്ഥലം ചൂസ് ചെയ്യുന്നത് വേണ്ട വയ്ക്കും. അപ്പോൾ ആ സ്ഥലത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ഏറ്റെടുക്കുകയും അങ്ങോട്ടേക്കുള്ള സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയും ഇതിൻ്റെ ഒരു ഗുണം അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും ഒപ്പം വിദേശ സഞ്ചാരികൾക്കും വിനോദസഞ്ചാരികൾക്കും ഉണ്ടാകുമ്പോൾ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പോൾ ടൂറിസം കാരണം തന്നെ സർക്കാരിൻ്റെ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റ് നിക്ഷേപങ്ങൾ, ഇപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രം വരുന്നതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ ധാരാളമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്, ആ പ്രദേശം നിലനിൽക്കുന്ന നാട്ടിലുള്ള. അതേപോലെ തന്നെ അനൗപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുകയും തദ്ദേശവാസികൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആ ലോക്കൽ ഏരിയയിലുള്ള ആളുകൾക്ക് ഈ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ടാക്സി ആയിട്ടും ഷോപ്പുകളായിട്ടും ഒക്കെ ഉള്ള രീതിയിൽ വരുമാനം ഉണ്ടാക്കുക. നമുക്കിപ്പോൾ അറിയാം, കാശ്മീരിൽ പ്രശ്നങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ടൂറിസ്റ്റ് മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇവിടെ ബാഡ് എഫക്റ്റ് അല്ല, പോസിറ്റീവ് ഇഫക്റ്റാണ്. അപ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ടൂറിസം കോൺട്രിബ്യൂട്ട് ടു ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ത്രൂ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇമ്പാക്ട്സ് വിത്ത് ജോബ് ഇൻ ട്രാവൽ ഏജൻസീസ്, അക്കോമഡേഷൻ, എയർലൈൻസ്, റീറ്റെയിൽ, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് ബീയിങ് സ്പ്രെഡ് അക്രോസ് ദി ഇക്കോണമി. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ഏജൻസികളിൽ, അതേപോലെ തന്നെ താമസ സൗകര്യം, എയർലൈൻസ്, റീറ്റെയിൽ, നിർമ്മാണ മേഖലകൾ, ഉൽപ്പാദന മേഖലകൾ, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിലെ ജോലികൾ സമ്പദ് വ്യവസ്ഥയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ആളുകളിലേക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്.
And tourism is an important global economic driver generating billions of dollars in revenue and millions of jobs worldwide. It is frequently regarded as the sole tool for development and an opportunity to improve the quality of life in developing countries. വികസ്വര രാജ്യങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമായിട്ടും അതോടൊപ്പം തന്നെ വികസനത്തിനുള്ള ഏക ഉപകരണമായിട്ടും പലപ്പോഴും ടൂറിസത്തിനെ കണക്കാക്കാറുണ്ട്. ലോകമെമ്പാടും കോടിക്കണക്കിന് ഡോളർ വരുമാനം ദശലക്ഷക്കണക്കിന് അവസരങ്ങളും സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ആഗോള സാമ്പത്തിക ചാലകമായിട്ട് ഇപ്പോൾ ടൂറിസത്തെ കണക്കാക്കുന്നുണ്ട്. നമ്മൾക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബൂമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ടൂറിസം മേഖലയിൽ. എല്ലാ ആളുകളും ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഏർപ്പെടുന്നതും എത്തിപ്പെടുന്നതുമായിട്ടുള്ള ആളുകളാണ്. പല സ്ഥലങ്ങളും നമുക്കൊരു വീക്കെൻഡ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഹോളിഡേയ്സ് പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇക്കോണമിയെ ഒരു സാമ്പത്തിക ചാലകമായിട്ട് വർത്തിക്കാൻ വേണ്ടിയിട്ട് ടൂറിസത്തിന് സാധിക്കുന്നുണ്ട്. ഇതാണ് ഫോർവേഡ് ലിങ്കേജ് അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് നോക്കാം. Tourism has a negative impact on the economies of host countries, particularly the least developed countries, LDCs. ആതിഥേയത്വ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് കുറഞ്ഞ രീതിയിൽ സാമ്പത്തിക വികസനമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ടൂറിസം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഹിഡൻ കോസ്റ്റ് സച്ച് as the importation of low quality and local products and emphasis on multinational corporations result in profit for developed countries. നിലവാരം കുറഞ്ഞ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും ബഹിരാഷ്ട്ര കുത്തകകൾക്ക് ഊന്നൽ നൽകുന്നതും പോലെയുള്ള മറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചില ചിലവുകൾ വികസിത രാജ്യങ്ങൾക്കാണ് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. All inclusive package tours frequently leave little rooms for local business or workers, driving up demand for basic service and goods. എല്ലാം ഉൾക്കൊള്ളുന്ന പാക്കേജ് ടൂറുകൾ പ്രാദേശിക ബിസിനസ്സുകൾക്കോ തൊഴിലാളികൾക്കൊക്കെ ചെറിയ ചെറിയ ഇടങ്ങളാണ് നൽകപ്പെടുന്നത്. ഇത് അടിസ്ഥാന സേവനങ്ങൾക്കും ചരക്കുകൾക്കുമുള്ള ആവശ്യങ്ങൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട്. The growth of tourism raises the value of services and land, making it difficult for local to meet their basic requirements. ടൂറിസത്തിൻ്റെ വളർച്ചയിലൂടെ സേവനങ്ങളുടെയും ഭൂമിയുടെയൊക്കെ മൂല്യം ഉയരും. ഇത് പ്രാദേശികവാസികൾക്ക് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സീസണാലിറ്റി ആൻഡ് ഹാർഷ് വെതർ കണ്ടീഷൻ ഓൾസോ ഇംപെയർ ടൂറിസം സപ്പോർട്ട് ലിവിങ് ലോക്കൽസ് ഇൻസെക്യൂർ അബൌട്ട് ദെയർ ലൈവ്ലിഹുഡ്സ്. കാലാനുസൃതവും കഠിനവുമായിട്ടുള്ള കാലാവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് ടൂറിസം ചില സമയങ്ങളിലെങ്കിലും തടസ്സപ്പെടും. ഇത് പ്രദേശവാസികളെ അവരുടെ ഉപജീവന മാർഗത്തെ അരക്ഷിതമാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിസം മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് ആ ടൂറിസത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറയുന്നത്. In addition, people are relocated to build infrastructure such as airport, resorts, hotel, natural reserves and other tourism projects. ഇനി ഒരു വിമാനത്താവളമോ റിസോർട്ടുകളോ ഹോട്ടലുകൾ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ തദ്ദേശവാസികളെ മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ട് വരും. റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ എയർപോർട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള കുറേ ആളുകളെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആളുകളെ അത് ബുദ്ധിമുട്ടിക്കും എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. These factors contribute to the negative effects of tourism on the economy of host countries and the overall development of destination nation. ആതിഥേയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലും ലക്ഷ്യസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിലും വിനോദസഞ്ചാരത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾക്ക് ഈ ഘടകങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട്. അതായത് ടൂറിസത്തിന് പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉള്ളതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.